ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അഡ്മിഷനൊക്കെ ആയിരുന്നു. അതെല്ലാം റെഡിയായിട്ട് ഇപ്പോൾ നമ്മൾ പയ്യെ വർക്കെല്ലാം ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് കുറേ വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. പെൻഡിങ് ഉള്ളവരൊക്കെ ക്ഷമിക്കുക, ഉടനെ തന്നെ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇനി നിങ്ങളെ പരിചയപ്പെടുന്ന 2.1 ഹൈഫൈ ആംപ്ലിഫയർ ആണ്. അതായത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് ഒരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. അതായത് നമുക്കൊരു മിക്സറിൻ്റെ യൂസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ്. പെർ ചാനൽ 100 വാട്ട്സ് വെച്ച്, അതുപോലെ തന്നെ സബിന് 250 വാട്ട്സ് എന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പാനൽ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാനൽ ഡിസൈനിങ് ആണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് 2 വലിയ നോബുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ചും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മാസ്റ്റർ കൺട്രോളും അടുത്തത് സബിനും വേണ്ടിയാണ്. ഇവിടെ എടുത്തിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ G-Starൻ്റെ റിമോട്ട് കിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാനുവലായിട്ടും റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 മാനുവൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ യൂസേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം റിമോട്ടിൽ തന്നെയാണ് നമ്മളത് കൺട്രോളെല്ലാം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മൈക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കരോക്കെ ഒരു മിക്സർ എന്ന രീതിയിലും അതുപോലെ തന്നെ പാട്ട് പാടുന്നവർക്കും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മൾട്ടിപർപ്പസ് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഡിസൈനിങ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാനൽ ഡിസൈനിങ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പുതിയൊരു പാനൽ ഡിസൈനിങ് ആണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്കും വരുന്നത്. ഇനി ഇതിൻ്റെ മൈക്ക് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 മൈക്കാണ് ഇതിൽ കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൈക്കിൻ്റെ ഡിലോയും എക്കോയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സബ്, ബാസ്, ട്രെബിൾ എല്ലാം നമുക്ക് റിമോട്ടിലും അതുപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ റിമോട്ടിലാണെങ്കിലും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പീക്കർ ഔട്ടിന് വേണ്ടി ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സ്റ്റീരിയോ ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു കൊയാക്സിൽ ഓപ്റ്റിക്കൽ എയർസ് ഇൻപുട്ട്, ഇത്രയും ഇൻപുട്ടുകൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇൻസൈഡ് എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഏതൊക്കെ കമ്പനിയുടെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പോലെ തന്നെ ടൊറേഡോ ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 3030 DC AC-യിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 4 കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ G-Starൻ്റെ റിമോട്ട് കിറ്റിൻ്റെ മദർ ബോർഡാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷന്. പിന്നെ ഇതിൽ സ്റ്റീരിയോ ഔട്ടിന് വേണ്ടി നമ്മൾ കുമാറിൻ്റെ 2 ട്രാൻസിസ്റ്ററാണ് ഒരു ചാനലിന് എടുത്തിരിക്കുന്നത്. സബിന് നമുക്കൊരു 4 ട്രാൻസിസ്റ്ററും 250 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ഫാൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം സബ് ഫിൽറ്ററായിട്ട് എടുത്തിരിക്കുന്നത് ജംടെക്കിൻ്റെ സബ് ഫിൽറ്ററാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ റിമോട്ട് കിറ്റിൽ ഓൾറെഡി സബ് ഔട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സ്മൂത്ത് ഔട്ട് ആക്കുന്ന രീതിയിലുള്ളൊരു ഫിൽറ്റർ ഇല്ലെങ്കിൽ നമുക്ക് അരോചകമായിട്ടുള്ളൊരു സൗണ്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം സബ് ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ 2.1 ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്നത് തന്നെ. മൈക്ക്, USB, FM, ബ്ലൂടൂത്ത്, ഓക്സ്, ഒപ്റ്റിക്കൽ, എയർസി ഇൻപുട്ട്, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആംപ്ലിഫയർ തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴായിരിക്കും. ഇറ്റ്സ് മീ സന്ദീപ്.